എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ സി എസിൻ്റെ സി പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ എന്താണ് ഡാറ്റ ടൈപ്സ് എന്നും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻസ് എന്താണ്, ഒരു കോൺസ്റ്റൻസിനെയും വേരിയബിളിനെയും ഒക്കെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഭാഗത്തിൽ വളരെ വിശദമായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള എക്സ്പ്രഷൻ എന്താണ്, അതുപോലെ തന്നെ ഒരു എക്സ്പ്രഷനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, വാട്ട് ആർ ദ തിങ്സ് നീഡ് ടു ബി കൺസിഡേർഡ് വൈൽ ഇവാലുവേറ്റിംഗ് ആൻ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്രഷനകത്തുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രിസീഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, സോ വി വിൽ സീ വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രിസീഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റർ വെൻ ഇവാലുവേറ്റിംഗ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എക്സ്പ്രഷൻ, വാട്ട് ഈസ് ആൻ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള എക്സ്പ്രഷന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്രഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us simply look at the definition. Expression is a collection of operators and operands that represents a specific value. So I'm simply taking an example. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതിനകത്ത് സം a plus 5 plus 2. അപ്പോൾ a plus 5 plus 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെഫിനിഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എക്സ്പ്രഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് വാല്യൂ. ഇത് ആക്ച്വലി ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓപ്പറൻസിൻ്റെയും കളക്ഷനാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യണം ഇതൊരു സ്പെസിഫിക് വാല്യൂ റിട്ടേൺ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ എന്നുള്ളത് വേരിയബിളാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചറുകളിലായിട്ട് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എ എന്നുള്ളത് വേരിയബിളാണ്. സോ വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. വേരിയബിളിന് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. വി ക്യാൻ അസൈൻ എ ഈക്വൽ ടു 5 എന്നോ എ ഈക്വൽ ടു 4.5 എന്നോ അല്ലെങ്കിൽ എ ഈക്വൽ ടു സി എന്ന് അസൈൻ ചെയ്യാം. ബട്ട് ഇവിടെ നമുക്ക് അസൈൻ ചെയ്യണമെങ്കിൽ എയുടെ ടൈപ്പ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എ ഇൻറ്റിജർ ആണെങ്കിൽ എ ഈക്വൽ ടു 5 എന്ന് അസൈൻ ചെയ്യാം. എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എ ഈക്വൽ ടു 4.5 എന്ന് അസൈൻ ചെയ്യാം. എ എന്നുള്ളത് ക്യാരക്ടർ ആണെങ്കിൽ വി ക്യാൻ സിംപ്ലി അസൈൻ സി. ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പം എയുടെ ടൈപ്പ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമ്മൾ എ എന്ന് പറഞ്ഞ വേരിയബിളിന് അസൈൻ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, സോ ഈ ഒരു സപ്പോസ് ഞാൻ അസ്യൂം ചെയ്യാണ് എ എന്നുള്ളതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ എ എന്നുള്ളതൊരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ഐ ക്യാൻ അസൈൻ ഇൻറ്റിജർ 2, ഐ ക്യാൻ അസൈൻ ഓർ ഡിഫറെൻറ്റ് ഇൻറ്റിജർ നമ്പേഴ്സ് ടു എ. ഇപ്പോൾ ഒരു ഇൻറ്റിജർ നമ്പർ 2 എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ നമ്പർ എക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ 2 + 5 + 2, സോ ആക്ച്വലി ഇറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ 9. സോ ഇറ്റ് വിൽ റെപ്രസെൻറ്റ് എ സ്പെസിഫിക് വാല്യൂ. ഞാൻ സിംപ്ലി വേറെ എക്സാമ്പിൾ ഇതാണ്. എ ബി പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓപ്പറൻ്റ് ആണ്, ബി ഓപ്പറൻ്റ് ആണ്, പ്ലസ് ഓപ്പറേറ്റർ ആണ്. ബട്ട് ദിസ് ഈസ് നോട്ട് എ വാലിഡ് എക്സ്പ്രഷൻ. അതായത് എക്കും ബിക്കും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് എന്നുള്ളത് ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലസ് എന്നുള്ളത് ഒന്നുകിൽ യൂണറി പ്ലസ് എ എന്നോ അല്ലെങ്കിൽ എ പ്ലസ് ബി എന്നോ എഴുതണം. അതായത് ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. സോ രണ്ട് ഓപ്പറൻറ്റ് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഓരോ ഓപ്പറൻറ്റ് വേണം. സോ ഇവിടെ എ ബി പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് എക്സ്പ്രഷൻ. അത് ഓരോ ഓപ്പറേറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഏത് ഓപ്പറേറ്റർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓപ്പറേറ്റർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് നമുക്കുണ്ട്. അതിന് മുന്നേ ഈ രണ്ട് ഡെഫിനിഷനും കൂടെ ഒന്ന് നോക്കാം. ഇൻ ദ എബോവ് ഡെഫിനിഷൻ ഓപ്പറേറ്റർ ഈസ് എ സിമ്പൽ that performs tasks like arithmetic operators, logical operations and conditional operations. ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഏത് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കുള്ള എക്സ്പ്രഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഈ എക്സ്പ്രഷനെ എനിക്ക് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് കോൾ ചെയ്യാം. ഞാൻ സിംപ്ലി ചെയ്യുന്നു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ ഓപ്പറേറ്റർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ദിസ് ഈസ് എ റിലേഷണൽ ഓപ്പറേറ്റർ. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് എ റിലേഷണൽ എക്സ്പ്രഷൻ. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓപ്പറൻസ് ആർ ദി വാല്യൂ ഓൺ വിച്ച് ഓപ്പറേറ്റേഴ്സ് പെർഫോം ദി ടാസ്ക്. ഹിയർ ഓപ്പറൻറ്റ് ക്യാൻ ബി ഡയറക്റ്റ് വാല്യൂ ഓർ എ വേരിയബിൾ ഓർ ആൻ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, എന്താണ് അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ എന്നൊക്കെ നമുക്കറിയാം. ബട്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ രണ്ട് കാര്യം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഡയറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ. അപ്പോൾ ഈ ഒരു
എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും a+5+2. 5ഉം 2 എന്നുള്ളത് ഡയറക്റ്റ് വാല്യൂ ആണ്, a എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്. ഇനി എന്താണ് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ മെമ്മറി ലൊക്കേഷനും അതേപോലെ തന്നെ ഓരോ മെമ്മറി ലൊക്കേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ന്യൂമറിക് വാല്യൂ ഉണ്ടാവും, അതിനെയാണ് മെമ്മറി അഡ്രസ്സ് എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ ഒരു മെമ്മറി അഡ്രസ്സിന് ഒരു ഓപ്പറൻ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ വരുന്ന വീഡിയോ ലെക്ചറുകളിൽ വിശദമായി കാണുന്നതായിരിക്കും. ഓക്കെ, സോ ഏത് ടൈപ്പ് ഓപ്പറേറ്റർ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് 4 ടൈപ്പ് എക്സ്പ്രഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, സെക്കൻഡ് വൺ റിലേഷണൽ എക്സ്പ്രഷൻ, തേർഡ് വൺ ലോജിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഫോർത്ത് വൺ കണ്ടീഷണൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഈ ഓരോ ടൈപ്പ് ഓഫ് എക്സ്പ്രഷനും എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം. ഇതിനകത്ത് ജസ്റ്റ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് ഓൺലി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. ഓപ്പറൻസിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ താഴെയായിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷനും അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷനും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. 5 എന്ന് പറയുന്നത് സിംപ്ലി ഒരു നമ്പറാണ്. ഇസ് ഇറ്റ് എ വാലിഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ? യെസ്, ഐ ക്യാൻ സിംപ്ലി സേ 5 എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ 5 ഈസ് the compiler is taken 5 as a +5. Actually if you are writing a +5 എന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ പ്ലസ് എന്നുള്ളത് ഒരു യുണറി പ്ലസ് ഓപ്പറേറ്റർ ആണ്. സോ വി ആർ അപ്ലൈയിങ് യുണറി പ്ലസ് ഓപ്പറേറ്റർ ടു ദിസ് ഓപ്പറൻറ്റ്. അതായത് ഒരു ഓപ്പറൻറ്റിൻ്റെ കൂടെ, ഒരു സിംഗിൾ ഓപ്പറൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് യുണറി ഓപ്പറേറ്റർ എന്ന് പറയാം. സോ 5 എന്ന് സിംപ്ലി എഴുതുകയാണെങ്കിൽ ആ 5നെ ഇൻറ്റേർണലി ട്രീറ്റ് ചെയ്യുന്നത് +5 ആയിട്ടാണ്. സോ +5 എന്ന് പറയുന്നത് ഒരു യുണറി ഓപ്പറേറ്റർ ആണ്. +5 എന്ന് പറയുന്നത് ഒരു യുണറി ഓപ്പറേഷൻ പോലെ വർക്ക് ചെയ്യും. സോ ദിസ് ഈസ് എ വാലിഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അടുത്ത് നോക്കാം. a+b നമുക്കറിയാവുന്നതാണ്. a-b, 5+b mod c, ഇതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ദെൻ 3.5 + 6 + a+5, അതും വാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. a+2. സോ അരിത്തമെറ്റിക് എക്സ്പ്രഷനകത്ത് ഒരു ക്യാരക്ടർ ഇൻറ്റിജറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ക്യാരക്ടറിനെ ഇൻറ്റേർണലി ട്രീറ്റ് ചെയ്യുന്നത് ഇൻറ്റിജർ ആയിട്ടാണ്. സോ ഒരു ക്യാരക്ടറിന് ഇൻറ്റിജറിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മീൻസ് ദാറ്റ് ഇൻറ്റേർണലി നടക്കുന്നത് ഇതിനെ ഒരു ഇൻറ്റിജർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇൻറ്റിജർ ഈസ് ആഡിങ് വിത്ത് അനദർ ഇൻറ്റിജർ. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത സെഷനിൽ കാണുന്നുണ്ടാവും. ജസ്റ്റ് ഇതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സെഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, ഇൻവാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷൻ AB ഇൻവാലിഡ് ആണ്. +AB. സോ ഇവിടെ ഒരു ഡൗട്ട് വരാം, +a എന്നുള്ളത് ഇതൊരു യുണറി പ്ലസ് ആയിട്ട് ആക്ട് ചെയ്യില്ലേ? ഇതൊരു യുണറി പ്ലസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ രണ്ട് ഓപ്പറൻറ്റിനിടയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററും ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ വാലിഡ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. സോ അടുത്തത് AB++. A ഒരു ഓപ്പറൻ്റ് ആണ്, B ഒരു ഓപ്പറൻ്റ് ആണ്. ഈ ഓപ്പറൻറ്റിൻ്റെ ഇടയിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ഇല്ല. അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം അതൊരു വാലിഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് എക്സ്പ്രഷൻ അല്ല എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. റിലേഷണൽ എക്സ്പ്രഷൻസ്. ജസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ആൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഈസ് കോൾഡ് റിലേഷണൽ എക്സ്പ്രഷൻ. ഒരു ഓപ്പറൻറ്റിൻ്റെ കൂടെ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റോട് നോക്കാം. ഇഫ് ദ relation is true, then the result of the relation expression is 1. If the relation is false, the result of the relation expression is C. So let us see what actually is said in these statements. So I am simply writing 1 greater than 2. 1 is an operand, 2 is an operand, greater than is a relational operator, greater than. So 1 greater than 2. So we know that 1 greater than 2 is false. So this relation is actually false. നമ്മൾ 1 greater than 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ റിലേഷൻ ഫോൾസ് ആണ്. സോ 1 greater than 2 എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആയിരിക്കും. ഇഫ് യു ആർ സിംപ്ലി റൈറ്റിംഗ് സം a equal to 1 greater than 2, a equal to 1 greater than 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 greater than 2 എന്നുള്ളത് ആക്ച്വലി ഫോൾസ് ആണ്. സോ ഫാൾസ് ആയതുകൊണ്ട് 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. സോ that 0 will be stored in A. ഇത് നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റേഴ്സ് പറയുന്ന സമയത്ത് വിശദമായി കണ്ട കാര്യമാണ്. ഇനി 3 greater than or equal to 2, 10 greater than 5, 98 double equal to 98. These are all valid relational expressions. For example, AB less than. This is an example of invalid relational expression because A ഒരു ഓപ്പറൻ്റ് ആണ്, B ഒരു ഓപ്പറൻ്റ് ആണ്. ഇതിനിടയിലല്ല ഓപ്പറേറ്റർ വരുന്നത്. സോ ദിസ് ഈസ് an invalid
റിലേഷണൽ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് സിംപ്ലി പറയാം ദിസ് ഈസ് ആൻ ഇൻവാലിഡ് എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. ലോജിക്കൽ എക്സ്പ്രഷൻസ്. നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ആൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് ലോജിക്കൽ ഓപ്പറേറ്റർ ഈസ് കോൾഡ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്നാണ്. അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിലേഷനിൽ നിന്നായിപ്പോയതാണ്. സോ അടുത്തൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ദി ഗിവൺ എക്സ്പ്രഷൻസ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഞാൻ 2 എക്സ്പ്രഷൻ എടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. എ ഡബിൾ ഈക്വൽ ടു 2 അതൊരു റിലേഷണൽ എക്സ്പ്രഷനാണ്. എ ഡബിൾ ഈക്വൽ ടു 2 എന്നുള്ളത് ഒരു 12 എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനാണ്. ഇവിടെ ഞാൻ ലോജിക്കൽ ആൻഡ് അപ്ലൈ ആണ്. ദെൻ ബി ലെസ് ദാൻ 5 എന്ന് പറയുന്നത് വേറെ ഒരു റിലേഷണൽ എക്സ്പ്രഷനാണ്. സോ എ ഡബിൾ ഈക്വൽ ടു 12 ആൻഡ് ബി ലെസ് ദാൻ 5. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ഇത് ആക്ച്വലി ഒരു ലോജിക്കൽ എക്സ്പ്രഷനാണ് ബിക്കോസ് വി ആർ അപ്ലൈയിങ് എ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ഓൺ ദീസ് 2 എക്സ്പ്രഷൻസ്. ഇത് എക്സ്പ്രഷൻ തന്നെ ആവണമെന്നില്ല. യു ക്യാൻ സിംപ്ലി അപ്ലൈ ടു ഡാറ്റ ഐറ്റംസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ മുകളിൽ കോൺസ്റ്റൻസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. 5 ലോജിക്കൽ ആൻഡ് 2 അല്ലെങ്കിൽ എ ലോജിക്കൽ ആൻഡ് ബി എന്ന് അപ്ലൈ ചെയ്യാം. ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സിംപ്ലി ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെഫിനിഷൻ അങ്ങനെ പറയാൻ കാരണം. ആൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് ലോജിക്കൽ ഓപ്പറേറ്റർ ഈസ് കോൾഡ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്നുള്ള കാര്യം. ഇവിടെ എക്ക് ഒരു വാല്യൂ വരികയാണെങ്കിൽ ഞാൻ എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 2 ഡബിൾ ഈക്വൽ ടു 12 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ദിസ് വിൽ റിട്ടേൺ എ വാല്യൂ 0 ആൻഡ് ബി ലെസ് ദാൻ 5 ബിയുടെ വാല്യൂ ഞാനൊരു 4 കൊടുക്കുകയാണ്. ബി ലെസ് ദാൻ 4 ലെസ് ദാൻ 5 എന്നുള്ളത് ട്രൂ ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 1. സോ 0 ആൻഡ് 1 നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ പറയുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഓപ്പറേറ്റർ 1 റിട്ടേൺ ചെയ്യണമെങ്കിൽ 2 വാല്യൂ 1 ആയിരിക്കണം. ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. സോ 0 ആൻഡ് 1 എന്നുള്ളത് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആയിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ താഴെ 2 എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓപ്പറേറ്റർ പ്രിസീഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എടുക്കാം. നിങ്ങൾ 10th സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നോർമലി ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കുന്ന ഒരു റൂളായിരിക്കും ബോഡ് മാസ് റൂൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ബോഡ് മാസ് റൂൾ. ഓക്കെ, സോ ഈ ബോഡ് മാസ് റൂള് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എടുക്കാം. എ പ്ലസ് ബി സ്റ്റാർ സി പ്ലസ് ഡി എടുത്തു കഴിഞ്ഞാൽ യു വിൽ സിംപ്ലി അപ്ലൈ ബോഡ് മാസ് റൂൾ. ബ്രാക്കറ്റ് ഓപ്പറേഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ബോഡ് മാസ് റൂൾ എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ബോഡ് മാസ് റൂൾ എന്നുള്ളത് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തിനാ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാനൊരു സിമ്പിൾ എക്സ്പ്രഷൻ ഞാൻ എടുക്കുകയാണ്. ഈ എക്സ്പ്രഷൻ എടുത്തുകൊണ്ട് എങ്ങനെ ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഇൻട്രൊഡ്യൂസ് two terms, operator precedence and associativity. We will see the definition of operator precedence and associativity while evaluating this expression. So let us see. ഇതിനകത്ത് 3 + 5 star 3 ഡിവിഷൻ 2 മോഡ് 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം 3 + 5 ചെയ്യോ അല്ലെങ്കിൽ 5 star 3 ചെയ്യോ 3/2 ചെയ്യോ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ ചെയ്യോ എന്നുള്ള കാര്യം. നമ്മൾ ബോഡ് മാസ് റൂൾ അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നത് 3/2 ആണ്. അറിയാം, നമുക്ക് ഡിവിഷനാണ്, ബ്രാക്കറ്റ് ഓപ്പറേഷൻ, ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ഇവിടെ നമുക്ക് സബ്ട്രാക്ഷൻ ഒന്നുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു മോഡുലസ് ഓപ്പറേറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് പറയുന്ന ടേമാണ് ഓപ്പറേറ്റർ പ്രൊസീഡൻസ്. ഓപ്പറേറ്റർ പ്രൊസീഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓപ്പറേറ്റർ ഈസ് ഇവാലുവേറ്റഡ് ടു ബി ഫസ്റ്റ്. ഇറ്റ് ഡിക്റ്റേറ്റ്സ് ദി ഒന്ന് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഡിക്റ്റേറ്റ്സ് ദി ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ആൻ എക്സ്പ്രഷൻ. അപ്പം ഇതിനകത്ത് ഏത് ഓപ്പറേറ്റേഴ്സിനെയാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് ഓപ്പറേറ്ററിൻ്റെ പ്രൊസീഡൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം നോക്കാം. ഇതാണ് ഒരു ഓപ്പറേറ്റർ പ്രൊസീഡൻസ് ടേബിൾ എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ഓപ്പറേറ്റർ പ്രൊസീഡൻസ് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഡോട്ട് മെമ്പർ ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള കുറേ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്കറിയില്ല. നമ്മൾ വഴിയെ എല്ലാ ഓപ്പറേറ്റേഴ്സും 1 by 1 ആയിട്ട് കാണും. നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഗ്രാം പഠിച്ച് തുടങ്ങാൻ വേണ്ടിയുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഭാഗത്തിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇവിടെ ഇത് ഓപ്പറേറ്ററിൻ്റെ പ്രൊസീഡൻസ് അനുസരിച്ചിട്ടാണ് ഇതിന് നമ്മൾ
അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രിസിഡൻസ് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനെ ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഈ രണ്ട് സെഷനും കൺസിഡർ ചെയ്യണം. പ്ലസും ഉണ്ട്, ബൈനറി പ്ലസും ഉണ്ട്. പ്ലസും ബൈനറി പ്ലസും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് പ്ലസിനാണ് പ്രിസിഡൻസ് കൂടുതൽ. പ്ലസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് ഇവാലുവേറ്റ് ചെയ്യും? ബൈനറി പ്ലസ്. സോ ഇതിനാണ് പ്രിസിഡൻസ് 1, പ്രിസിഡൻസ് 2, 3, 4, 5 ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാം, പ്ലസിനും മൈനസിനും ഒരേ പ്രിസിഡൻസ് ആണ്. പ്ലസിനും മൈനസിനും ഒരേ. സോ ഒരു എക്സ്പ്രഷനകത്ത് എ പ്ലസ് ബി മൈനസ് സി അല്ലെങ്കിൽ എ മൈനസ് ബി പ്ലസ് സി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് സെയിം ആയിരിക്കും. ബട്ട് കമ്പ്യൂട്ടറിന് അറിയില്ല ഇത് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് ആദ്യമേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കമ്പ്യൂട്ടറിന് ആദ്യമേ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പൈലർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏത് ഓപ്പറേറ്ററാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞു പ്ലസിനും മൈനസിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ സെയിം പ്രസിഡൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു ചോദ്യം വന്നു, പ്ലസ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൈനസ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണോ? അതിനെയാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരേ പ്രസിഡൻസുള്ള സെയിം ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം? ലെഫ്റ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ എന്ന് എഴുതാണ്. ഇവിടെ 1, 2, 3, 4 4 പ്ലസ് ഉണ്ട്. ഈ പ്ലസ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യോ? ഏത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് സെയിം ആണ്. ബട്ട് കമ്പ്യൂട്ടർ വിൽ ഓൾവേസ് ഇവാലുവേറ്റ് ഇൻ എ പ്രീ സ്പെസിഫൈഡ് ഓർഡർ. മുന്നേ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡർ അനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടർ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ സെയിം പ്രസിഡൻസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണോ? ഇതിനെയാണ് ഒരു ഓപ്പറേറ്ററിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം, ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റാർ ഡിവിഷൻ മോഡുലസ് വന്നു കഴിഞ്ഞാൽ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സ്റ്റാറും ഉണ്ട് ഡിവിഷനും ഉണ്ടെങ്കിൽ ലെഫ്റ്റിൽ ഏതാണോ ഉള്ളത് ദാറ്റ് വിൽ ഇവാലുവേറ്റ് ഫസ്റ്റ്. ഓക്കെ. സോ ഇവിടെ ഈ ടാബിൾ മുഴുവനായിട്ടൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ജസ്റ്റ് നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ കീപ് ദിസ് ടാബിൾ വിത്ത് യു ആൻഡ് യു ക്യാൻ റെഫർ ദിസ് ടാബിൾ. ആ സമയത്ത് പ്രസിഡൻസും അസോസിയേറ്റിവിറ്റി ഒക്കെ നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ. നമുക്ക് പ്രീവിയസ് എക്സാമ്പിൾ ഒന്ന് നോക്കാം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് 3 + 5 സ്റ്റാർ 3 ഡിവൈഡഡ് ബൈ 2 മോഡ് 4. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ടാബിളിനകത്ത് കണ്ടു കഴിഞ്ഞു സ്റ്റാറിനും ഡിവിഷനും ഒരേ പ്രസിഡൻസ് ആണ്. അതേപോലെ തന്നെ പ്ലസിനും മോഡുലസിനും ഒരേ പ്രസിഡൻസ് ആണ്. സ്റ്റാറിനും ഡിവിഷനും മോഡുലസിനും ഒരേ പ്രസിഡൻസ് ആണ്. യു ക്യാൻ സീ ദിസ് ടാബിൾ. സ്റ്റാറിനും ഡിവിഷനും മോഡുലസിനും ഒരേ പ്രസിഡൻസ് ആണ്. പ്ലസിനുള്ള പ്രസിഡൻസ് അതിനേക്കാളും കുറവാണ്. അപ്പം ആദ്യം സ്റ്റാറും ഡിവിഷനും മോഡുലസും പ്ലസും വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ട ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റാർ ഡിവിഷൻ മോഡുലസ് ആണ്. അപ്പോൾ അതിൽ ഏതാണോ ലെഫ്റ്റ് മോസ്റ്റ് വരുന്നത്, ബിക്കോസ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ലെഫ്റ്റ് മോസ്റ്റ് ഏതാണോ വരുന്നത് ദാറ്റ് വിൽ ഇവാലുവേറ്റ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പോൾ ആദ്യം ഏത് ഇവാലുവേറ്റ് ചെയ്യും? ദിസ് വിൽ ഇവാലുവേറ്റ് ഫസ്റ്റ്. ഇത് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും, ഇത് സെക്കൻഡ് ഇവാലുവേറ്റ് ചെയ്യും, ഇത് തേർഡ് ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് ഇത് ഫോർത്ത് ഇവാലുവേറ്റ് ചെയ്യും, ഈ പ്ലസ് എന്നുള്ളത്. ഓക്കെ. ഇനി ഇവാലുവേഷൻ നമുക്ക് നോക്കാം. ഞാനിവിടെ 5 സ്റ്റാർ 3 എന്ന് ചെയ്യുന്നു. 5 സ്റ്റാർ 3 എന്ന സമയത്ത് 3 പ്ലസ് എന്തായിട്ട് മാറും? 3 പ്ലസ് 5 സ്റ്റാർ 3 എന്നുള്ളത് 15 ആയിട്ട് മാറും. 15 ഡിവൈഡഡ് ബൈ 2 മോഡ് 4 എന്നായിട്ട് മാറും. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 15/2 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ എന്നുള്ളത് 7.5 ആണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 15 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ 15 എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആണ്, 2 എന്ന് പറയുന്നതും ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ രണ്ട് ഇൻറ്റിജർ വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഒരിക്കലും റിസൾട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും കമ്പൈലർ ഒരിക്കലും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ തരില്ല. അപ്പം നമ്മൾ ചോദ്യം അവിടെ വരും. അപ്പോൾ 15/2 ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദാറ്റ് വി വിൽ സീ ലേറ്റർ. നമുക്ക് ആക്ച്വൽ 7.5 കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അടുത്ത സെഷനിൽ കാണുന്നതായിരിക്കും. സോ ഇവിടെ രണ്ട് ഇൻറ്റിജർ വാല്യൂ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കിട്ടത്തില്ല. എന്ത് മാത്രമേ കിട്ടുള്ളൂ? 7 മാത്രമേ കിട്ടൂ. അപ്പോൾ റിസൾട്ട് എന്തായിട്ട് മാറും? 3 + 7 മോഡ് 4 എന്നായിട്ട് മാറും. ഇനി 7 മോഡ് 4 ഇവാലുവേറ്റ് ചെയ്യും. 7 മോഡ് 4 ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 3 വരും. സോ 3 + 3 എന്നുള്ളത് എന്ത് വരും? 6 വരും.
ഓക്കെ, ആൻസർ വിൽ ബി 6. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ആക്ച്വൽ ആൻസർ. അപ്പോൾ ഈ ആക്ച്വൽ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 3.5 ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്, ഇൻറ്റിജർ വാല്യൂ ആണ്. സോ നമുക്ക് വീണ്ടും ഒരു ഡൗട്ടായി, റിസൾട്ട് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, രണ്ട് ഇൻറ്റിജർ വാല്യൂ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനിവിടെ 1.5 ഡിവൈഡഡ് ബൈ 2.5 എന്നിരുന്നു. അപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്, ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്. സോ റിസൾട്ട് വിൽ ബി എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. സപ്പോസ് നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ടെന്നിരിക്കും. അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറൻസ് നമുക്ക് ഒരു എക്സ്പ്രഷനിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും ഡയറക്റ്റായിട്ട് കമ്പൈലർ ഇവാലുവേറ്റ് ചെയ്യില്ല. ഇങ്ങനൊരു എക്സ്പ്രഷനെ ഡയറക്റ്റായിട്ട് ആര് ഇവാലുവേറ്റ് ചെയ്യില്ല? കമ്പൈലർ ഇവാലുവേറ്റ് ചെയ്യില്ല. ഇവിടെ എപ്പോഴും ഇവിടെ നമ്മൾ പറയുക ടൈപ്പ് മിസ്മാച്ച് എന്നാണ് പറയുക, ടൈപ്പ് മിസ്മാച്ച് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്ററിന് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? അതാണ് നമ്മൾ അടുത്ത സെഷനിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, എന്താണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്താണ്, അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്താണ്, എങ്ങനെയാണ് പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി റൂൾ അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. ഇതിന് മുന്നേ ഈ ജസ്റ്റ് ഓരോ രണ്ട് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ കൂടി ഒന്ന് നോക്കാം. ഇവിടെ 3 + 5 സ്റ്റാർ 3 mod 2 + 4. അപ്പോൾ ഇവിടെ കാണാം, ആദ്യം 5 സ്റ്റാർ 3 വർക്ക് ചെയ്യും. 5 സ്റ്റാർ 3 വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സോ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 15. സോ ദർ ഈസ് എ മിസ്റ്റേക്ക് ഇൻ സ്ലൈഡ്. 3 പ്ലസ് നമ്മൾ പ്രീവിയസ് കണ്ട എക്സാമ്പിളാണ്. 5 സ്റ്റാർ 3 എന്നുള്ളത് ഇറ്റ് വിൽ റിട്ടേൺ 15 ഡിവൈഡഡ് ബൈ 2 mod 4. ദെൻ 3 പ്ലസ് ആക്ച്വലി നമ്മൾ പ്രീവിയസ് കണ്ട എക്സാമ്പിൾ തന്നെയാണ്, 7 mod 4 ഇങ്ങനെ പോകും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. 3 + 6/4 സ്റ്റാർ 2 mod 4. അപ്പോൾ ആദ്യം ഇത് വർക്ക് ചെയ്യും, 6/4 വർക്ക് ചെയ്യും. ഇവിടെ ഞാൻ സ്റ്റാറും ഡിവിഷനും ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഡിവിഷൻ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, മോഡുലസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് വർക്ക് ചെയ്യും. മൂന്നിനും പ്രസിഡൻസ് സെയിം ആണ്. സോ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ഡിവിഷൻ ഇവിടെ വർക്ക് ചെയ്യും, ദെൻ സ്റ്റാർ വർക്ക് ചെയ്യും, then modulus work ചെയ്യും. So 6/4 actual value is 1.5, but 6 is an integer, 4 is an integer, but നമുക്ക് ആക്ച്വൽ കിട്ടുന്ന വാല്യൂ ഇൻറ്റിജർ പോർഷൻ മാത്രമായിരിക്കും. 1 star 2 mod 4. So 1 star 2 is 2, 3 plus 2 mod 4, 3 plus 2 mod 4. So 2 mod 4 is, we cannot divide 2 by 4, so 2 mod 4 remainder is 2. So 3 plus 2, final answer will be 5. Even though this answer is not correct, but the compiler will evaluate in this manner. So in the next section we will see how we can overcome this problem. Okay, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്കാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നേരത്തെ പറഞ്ഞ പ്രോബ്ലം. അതായത് ടൈപ്പ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ലഭിച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് C++ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ടൈപ്പ് കാസ്റ്റ് ഈസ് ബേസിക്കലി കൺവേർഷൻ ഫ്രം വൺ ടൈപ്പ് ടു അനദർ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നേരത്തെ പറഞ്ഞ സിംപ്ലി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 1/3. What is the value of 1/3 actually? 1 divided by 3. 1/3 is nothing but 0.333333. ഓക്കെ, സോ 1/3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ കിട്ടുന്ന വാല്യൂ നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. 1/3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ബിക്കോസ് 1 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, 3 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ദിസ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വിൽ നോട്ട് ഗെറ്റ് സ്റ്റോർഡ്. ഓക്കെ, സോ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് 1 എന്നെ ഞാൻ 1.0/3 ആക്കി മാറ്റുന്നു. 1.0/3 ആക്കുന്ന സമയത്ത് ദർ ഈസ് എ ടൈപ്പ് മിസ്മാച്ച്. ബിക്കോസ് 1.0 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, 3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പറാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇൻ ദിസ് സിറ്റുവേഷൻ ദ ടൈപ്പ് കാസ്റ്റിംഗ് കം ഇൻ ടു പിക്ചർ. ഈ സിറ്റുവേഷനിലാണ് ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ റോൾ വരുന്നത്. ഓക്കെ, സോ 1.0 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് 1.0 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, 3 ഇൻറ്റിജർ നമ്പറാണ്. അപ്പോൾ അവിടെ നോർമലി നടക്കുന്നത് ഏതാണോ ഹയർ ഡാറ്റ ടൈപ്പ്. ഇനി എങ്ങനെയാണ് ഹയർ ഡാറ്റ ടൈപ്പിനെ നമുക്ക് തിരിച്ചറിയാം? ഹയർ ഡാറ്റ ടൈപ്പിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ ഡാറ്റ ടൈപ്പ് പറയുന്ന സമയത്ത് ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസ് പറഞ്ഞിട്ടുണ്ട് ഇൻ ബൈറ്റ്സ്. ഇൻറ്റിജറിന് 2 ബൈറ്റ് ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് 4 ബൈറ്റ്സ് ആണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതിനാണോ സൈസ് കൂടുതൽ അതായിരിക്കും ഹയർ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇൻറ്റിജറും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുണ്ട്. ഇൻറ്റിജർ നോർമലി 2 ബൈറ്റ് യൂസ് ചെയ്യും, ഫ്ലോട്ടിംഗ് പോയിന്റ് 4 ബൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ 4 ബൈറ്റ് യൂസ് ചെയ്യും.
2/2 സിം. ഇപ്പം നോർമലി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും ഹയർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ടൈപ്പ് മിസ്മാച്ച് കാണുന്ന സമയത്ത് ദ കമ്പൈലർ വിൽ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ദിസ് ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പായി കൺവേർട്ട് ചെയ്യും. അപ്പോൾ 3 എന്ന് പറയുന്ന ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിനെ എന്താക്കി മാറ്റും? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കും. സോ ദാറ്റ് വിൽ ബിക്കം 1.0 ഡിവൈഡഡ് ബൈ 3.0. അപ്പോൾ 1 എന്ന് പറയുന്നതും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായി, 3 എന്ന് പറയുന്നതും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായി. സോ ഇറ്റ് വിൽ yield an actual result 0.3333. ഓക്കെ. സോ അവിടെ വീണ്ടും ഒരു ഡൗട്ട് വരാം. അപ്പം ഞാൻ പ്രോഗ്രാമിങ്ങിൽ കൊടുക്കുന്നത് 1.0 ഡിവൈഡഡ് ബൈ 3.0 അല്ലെങ്കിൽ 1.0 1.0 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കുന്നതിന് പകരം 1/3 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആക്ച്വൽ റിസൾട്ട്? നമുക്ക് ആക്ച്വൽ റിസൾട്ട് എങ്ങനെ കിട്ടാം? ഓക്കെ, ശ്രദ്ധിക്കുക. 1/3 കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ മാറ്റിയാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ടൈപ്പ് മിസ്മാച്ച് വരും. ടൈപ്പ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിനെ കൺവേർട്ട് ചെയ്യും. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടോ 1.0 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 1.0 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, 3 എന്ന് പറയുന്നത് ഇൻഡിജറാണ്. ടൈപ്പ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവിടെ 1.0 ഡിവൈഡ് ബൈ 3 ടൈപ്പ് മിസ്മാച്ച് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ഹയർ ഡാറ്റ ടൈപ്പിലോട്ട് ലോവർ ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യും. അതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ കൊയേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഡൺ ബൈ ദി കമ്പൈലർ ഓൺ ഇറ്റ്സ് ഓൺ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ട്രിഗർ ഫ്രം ദി യൂസർ generally take place when an expression more than one data type is present. In such a condition, type conversion take place to avoid loss of data. കാരണം നമുക്ക് 0.33 കിട്ടുന്നതിന് പകരം 0 ആണ് കിട്ടുക. All the data types of variable are upgraded to the data type of the variable with the largest value. ഇപ്പോൾ ഇവിടെ ഒരു കൺവേർഷൻ റൂൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടറും ഇൻറ്റിജറുമാണ് ഉള്ളെങ്കിൽ ക്യാരക്ടറിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഒരു ലോങ്ങും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് ലോവർ ഡാറ്റ ടൈപ്പാണ്, ഇത് ഹയർ ഡാറ്റ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ ലോങ് ഡബിളും ഉണ്ടെങ്കിൽ ഡബിളിനെ ലോങ് ഡബിളാക്കി കൺവേർട്ട് ചെയ്യും. ലോങ് ഡബിളും ഫ്ലോട്ടും ഉണ്ടെങ്കിൽ ലോങ് ഡബിളിനെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യും. ഇൻറ്റിജറും. സോ ഇതിനിടയിലുള്ള എല്ലാ ഡാറ്റ ടൈപ്പ് ഒരുപോലെ വരണമെന്നില്ല. ഈ ഒരു ഓർഡറാണ് കീപ്പ് ചെയ്യാം. അതായത് ഏതാണ് ഹയർ ഡാറ്റ ടൈപ്പ് എന്നും ഏതാണ് ലോവർ ഡാറ്റ ടൈപ്പ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് വരാം. നമ്മൾ 1.0 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കുന്നതിന് പകരം 1/3 തന്നെയാണ് കൊടുത്തത്. എനിക്ക് റിസൾട്ട് 0.33 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുകയും വേണം. ഹൗ ക്യാൻ യു ഓവർകം ദിസ് പ്രോബ്ലം? ആ സമയത്താണ് വേറെ ഒരു കോൺസെപ്റ്റ് വരുന്നത്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. വി ആർ ഫോഴ്സ്ഫുള്ളി കൺവേർട്ടിംഗ് വൺ ടൈപ്പ് ടു അനദർ. അപ്പോൾ അതിന് ചെയ്യുന്നതാണ്, അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ഫോളോഡ് ബൈ എക്സ്പ്രഷൻ. ഞാനിവിടെ കൊടുക്കുകയാണ് 1 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. ഞാനിവിടെ ടൈപ്പ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രാക്കറ്റ് ഡാറ്റ ടൈപ്പിനാണ് കൊടുക്കേണ്ടത്. ഫ്ലോട്ട് 1 ഡിവൈഡഡ് ബൈ 3. സോ ദിസ് ഈസ് ആക്ച്വലി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. 1 എന്ന് പറഞ്ഞ നമ്പറിന് ഇവിടെ എക്സാമ്പിൾ ഇൻഡ് ഓഫ് 1.2. ഇത് ഫ്ലോട്ട് എന്ന് ഇവിടെ 1.2 + 5 ആണ്. അപ്പോൾ എനിക്കൊന്നിക്കിൽ കമ്പൈലർ എപ്പോഴും ടൈപ്പ് മിസ്മാച്ച് കാണുന്ന സമയത്ത് ഹയർ ഡാറ്റ ടൈപ്പിനെ ലോവർ ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ കൊയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഹയർ ഡാറ്റ ടൈപ്പിനെ ലോവർ ഡാറ്റ ടൈപ്പായിട്ടോ അല്ലെങ്കിൽ ലോവർ ഡാറ്റ ടൈപ്പിന് ഹയർ ഡാറ്റ ടൈപ്പായിട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഫ്ലോട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ ദിസ് 1 വിൽ ബി കൺവേർട്ടഡ് ടു 1.0 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അവിടെ കമ്പൈലർ വീണ്ടും എന്ത് കാണും? ടൈപ്പ് മിസ്മാച്ച് കാണും. അപ്പോൾ ഇവിടെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് കമ്പൈലറിനകത്ത് വീണ്ടും ഒരു ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും കൂടെ നടക്കും. ബിക്കോസ് 1 എന്ന് പറയുന്ന ഇൻറ്റിജർ നമ്പറിനെ ഞാൻ എക്സ്പ്ലിസിറ്റ്ലി ഫ്ലോട്ടായി കൺവേർട്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ ടൈപ്പ് മിസ്മാച്ച്. ദെൻ ദിസ് 3 വിൽ ബി കൺവേർട്ടഡ് ടു അഗെയിൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. സോ ഇൻ ദിസ് വേ വി ക്യാൻ അപ്ലൈ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അനദർ എക്സാമ്പിൾ ഇൻഡ് ഓഫ് 1.2 + 5. ഞാനിവിടെ ഹയർ ഡാറ്റ ടൈപ്പിനെ ലോവർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 1.2നെ എന്താക്കി മാറ്റും? 1 + 5 ആക്കി മാറ്റും. അപ്പോൾ അവിടെ പിന്നീട് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആവശ്യമില്ല. ബിക്കോസ് ബോത്ത് ആർ സെയിം ടൈം. 1 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, 5 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ദ വാല്യൂ 6 എന്ന് പറയും. സോ ദിസ് ഓൾ അബൌട്ട് ടൈപ്പ് കാസ്റ്റിംഗ്. 2 ടൈപ്പ് ടൈപ്പ് കാസ്റ്റിംഗ്, ഇംപ്ലിസിറ്റും അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാനിവിടെ എഴുതുകയാണ് a ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3. a ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3. സോ 1 ഇൻറ്റിജറാണ്, 3 ഇൻറ്റിജറാണ്. സോ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ 0 കിട്ടും. ദാറ്റ് 0 വിൽ ബി സ്റ്റോർഡ് ടു ദിസ്
എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ 0 ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഞാൻ എഴുതാണ് എ ഈക്വൽ ടു 1.0 ഡിവൈഡഡ് ബൈ 3. എ ഈക്വൽ ടു 1.0 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 1.0 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, 3 ഇൻറ്റിജർ വാല്യൂ ആണ്. സോ അവിടെ ഒരു ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷന് പോസിബിലിറ്റി ഉണ്ട്. സോ ദിസ് 3 വിൽ ബി പ്രൊമോട്ടഡ് ടു, അതിനെ പറയുകയാണ് പ്രൊമോഷൻ എന്നാണ് പറയാം, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ ടൈപ്പ് കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് 1.0 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് ദിസ് 3 വിൽ ബി ഇംപ്ലിസിറ്റ്ലി ടൈപ്പ് കാസ്റ്റഡ് ടു 3.0. അപ്പോൾ എന്ത് കിട്ടും? 0.33 കിട്ടും. ഈ 0.33 എവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും റിസൾട്ട് ആക്ച്വലി മെമ്മറിയിൽ സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ 0.33 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എഗെയിൻ നമ്മളൊരു ഇൻറ്റിജറിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ സ്റ്റോർ ദി വാല്യൂ 0. അപ്പോൾ ആക്ച്വൽ വാല്യൂ കിട്ടണമെങ്കിൽ ഡെസ്റ്റിനേഷനിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്താണെന്നും കൂടെ നമ്മൾ മൈൻഡ് ചെയ്യണം. ഓക്കെ, ഈ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, അവിടെ വരെയുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. ഓൾ ദോസ് തിങ്സ് വി വിൽ ഡെമോൺസ്ട്രേറ്റ് വിത്ത് എ പ്രോഗ്രാം ഇൻ ദി കമ്മിങ് സെഷൻസ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.